കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരിടത്ത് കൂട്ടി വെച്ചിരുന്ന എഗ്സിനെയൊക്കെ ഇപ്പോൾ മെയിൽ പലയിടത്ത് ആക്കിയിട്ടുണ്ട്. ഇനി മെയിലിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഗ്സിനെ ഗാർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബബിൾസ് പൊട്ടുന്നതിനനുസരിച്ചും ഇതിൻ്റെ മെയിലിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചൊക്കെ എഗ്സ് താഴെ പോവും. അതിനെല്ലാം തിരിച്ച് കൊണ്ടുവയ്ക്കുക എന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ മെയിൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ പലപ്പോഴും ബ്രീഡിങ്ങിൽ പറയാറുണ്ട് ഫീമെയിലിന് നല്ലോണം കണ്ടീഷൻ ചെയ്യണം, ഫീമെയിലിന് നല്ലോണം റെസ്റ്റ് കൊടുക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ടത് മെയിലിനാണ്. കാരണം ഈ ബ്രീഡിങ് കുഞ്ഞുങ്ങളെ സർവൈവൽ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും ഹാർഡ് വർക്കും ചെയ്യുന്നത് മെയിലാണ്. അപ്പോൾ നമുക്ക് ബ്രീഡിങ് ആയിട്ട് കുഞ്ഞൊക്കെ വിരിഞ്ഞിറങ്ങി ഫ്രീസിം ആയിട്ടില്ല. കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ കുറച്ചൊക്കെ അല്പം ഗ്രോത്ത് ആയത് നിങ്ങൾക്ക് കാണാം. ടെയിലൊക്കെ ഉള്ളത് താഴെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ മെയിൽ പിന്നെ അതിൻ്റെ പുറകെ പോയിട്ടുമില്ല. അപ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ നെസ്റ്റിൽ തന്നെ എഗ്ഗിൻ്റെ ബാക്കി യോക്കൊക്കെ കഴിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. താഴെ വീണുപോയ കുഞ്ഞുങ്ങളൊക്കെ ഇമ്മച്വേർഡ് ആണ്. അവരൊന്നും ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ബബിൾ നെസ്റ്റിൽ നിന്ന് പലരും താഴേക്ക് പോകുന്നു. അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ തിരിച്ച് വരും. ഇനി മെയിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ട് വയ്ക്കാറുണ്ട്. അല്ലാത്തവയാണ് നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മഴയുള്ള ടൈമിലാണ് ഈ ബ്രീഡിങ് ഇറക്കിയത്. അക്വേറിയം കംപ്ലീറ്റ് ആയിട്ട് തണുത്തിരിക്കുകയാണ്. കാരണം റൂമിനുള്ളിൽ വെച്ചിരിക്കുന്നതെങ്കിൽ പോലും ഫാൻ ഇടുന്നുണ്ടോണ്ട് ആ ഒരു തണുപ്പുണ്ട്. അപ്പോൾ ഇത് നേരെ വന്ന് താഴെ വീഴുമ്പോൾ അത് തണുത്ത ഗ്ലാസ്സിലേക്കാണ് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ശരിക്കും ഞാനിതൊരു വ്യാഴാഴ്ച ബ്രീഡിങ്ങിന് ഇറക്കിയിട്ട് വെള്ളിയാഴ്ച എഗ്ഗിങ് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ആകുമ്പോഴാണ് നമുക്ക് ഫ്രീസിങ് ആവുന്നത്. ചിലപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ചൊവ്വ എന്ന് പറയുന്നത് മാറി ഒന്ന് ബുധനാഴ്ചയിലേക്ക് പോയി. ഇത് അതേസമയം ഞാൻ പാരലലി ഇറക്കിയ വേറൊരു മൾട്ടി ഗാലക്സിയുടെ കുഞ്ഞുങ്ങളാണ്. അവരും ഫ്രീസിങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സെയിം ഡേ ഞാൻ ഒരുമിച്ച് ബ്രീഡിങ്ങിന് ഇറക്കിയതാണ് ഇവരെയും രണ്ടുപേരെയും. അവരും കുറച്ച് കൗണ്ടുണ്ട്. അപ്പോൾ ഇത് അതിനൊരു 2 ആഴ്ച മുന്നേ ഞാൻ ഇറക്കിയ കുറച്ച് കുഞ്ഞുങ്ങളാണ്. അത് മൾട്ടി ഗാലക്സി തന്നെയാണ്. അപ്പം അവരൊക്കെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ 5ാമത്തെ ദിവസമായപ്പോൾ കുറച്ച് പേരൊക്കെ നെസ്റ്റിൻ്റെ അടിയിൽ നിന്നൊക്കെ മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ആദ്യം കൊടുക്കുന്നത് ആർട്ടിമിയ തന്നെയാണ്. ഞാനങ്ങനെ ഒരു 12 മണിക്കൂർ 14 മണിക്കൂറോ നോക്കിയിട്ടില്ല. ജസ്റ്റ് ഹാച്ചിങ്ങിന് ഇട്ടു, അതെടുത്തു. അതിന് അതുപോലെ നല്ല ആർട്ടിമിയ നെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒഴിച്ചു അരിച്ചെടുത്തതിന് അതുപോലെ ഞാൻ ഫീഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ആർട്ടീമിയ അവർ ഫസ്റ്റ് ടൈം കിട്ടുന്ന ഫീഡാണല്ലോ. അപ്പോൾ ഇവർ പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ മെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോൾ എക്സസ് ആയിട്ട് ഫുഡ് ഉണ്ടെങ്കിൽ പോലും അത് മെയിൽ കഴിച്ചോളും. ആദ്യം ഈ ആർട്ടിമിയ എടുത്ത് തുടങ്ങുന്നവർ തന്നെ ആയിരിക്കും പിന്നെ ഷൂട്ടേഴ്സായിട്ട് മാറുന്നത്. പിന്നെ ഷൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മെയിലോ ഫീമെയിലോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പലപ്പോഴും ചിലപ്പോൾ ഷൂട്ടേഴ്സായിട്ട് വരുന്നവർ ഫീമെയിൽസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ജെൻഡർ പ്രിഡിക്ഷൻ ഒന്നും ഇതിൽ നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫ്രീസിമായ സെയിം ഡേയിൽ തന്നെയാണ് ഇവർ ആർട്ടീമിയ പിക്ക് ചെയ്യുന്നതും കഴിക്കുന്നതൊക്കെ. പിന്നെ കുറച്ച് വീക്കായിട്ടുള്ളവരായിരിക്കും ചിലപ്പോൾ ഇതുപോലെ ഇൻഫസോറി അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതുപോലെ ഡെഡ് ഡീക്കേയിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്ന്. അതുപോലെ നല്ല കഴിവുള്ളവരെപ്പോഴും ഈ ടാങ്കിൻ്റെ താഴ്ഭാഗത്തായിരിക്കും നിൽക്കുന്നത്. അവരായിരിക്കും ഈ കൂടുതലും ഫീഡ് നല്ലോണം പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രീഡിങ്ങിന് ഇറക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല ഷൂട്ടേഴ്സ് ആയിട്ടുള്ളവന്മാർ എപ്പോഴും ടാങ്കിൻ്റെ താഴെ സൈഡിലായിരിക്കും നിൽക്കുന്നത്. അവരതുപോലെ നല്ലോണം ഫുഡ് പിക്ക് ചെയ്യുകയും ചെയ്യും. ഓവർ ഫീഡിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നമില്ല. ഇപ്പോൾ രാവിലെ കൊടുത്തിട്ട് നിങ്ങൾ ഫീഡ് ഉച്ചയ്ക്ക് വീണ്ടും കൊടുക്കാതെ ഒരു വൈകുന്നേരത്തേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ രാവിലെ കുറച്ച് ഓവർ ഫീഡ് ആയി പോയാലും അവർ അത്രയും സമയം ബോഡി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അത് ഡൈജസ്റ്റ് ആയി പോവും. ഇപ്പോൾ ഫ്രീസിങ്ങായിട്ടൊരു 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഫുഡ് നല്ലോണം തന്നെ ഇപ്പോൾ പിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ മൊയിന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ സ്പീഡിനോടൊപ്പം ഒരിക്കലും നമ്മുടെ ഫ്രൈസിനെ ഓടിയെത്താൻ പറ്റത്തില്ല. മാത്രമല്ല അത് ഇവരെ കൂടുതൽ ടയേർഡാക്കും. ഇതിപ്പോൾ ഒരു 3 ദിവസം ഫ്രീസിങ്ങിൽ നിന്ന് 3 ദിവസം അതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ അവർ ആർട്ടീമിയാണ് അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഈ ടൈമിൽ. കാരണം അവർക്ക് നല്ലോണം പിക്ക് ചെയ്യാൻ പറ്റും. എക്സസ് ആയിട്ടുള്ളത് മെയിൽ കഴിച്ചോളുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിപ്പോൾ 7 ദിവസമായപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഫ്രീസിമായിട്ട് 7 ദിവസമായതാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ടെയിലൊക്കെ ഷേപ്പായി. അതുപോലെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഏനൽ ഫിന്നിൻ്റെ ചെറിയ സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട്. ആർട്ടിമിയ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് OSയുടെ റെഡ് റിങ് തന്നെയാണ്. അതാകുമ്പോൾ സൈസ് കമ്പാരിറ്റീവ്ലി കുറവായിട്ടെന്ന് പറയുന്നു. ഞാനങ്ങ് പറഞ്ഞല്ലോ ഞാൻ ഈ 12 മണിക്കൂർ 14 മണിക്കൂർ കണക്ക് വെച്ചിട്ടൊന്നുമല്ല ആർട്ടിമിയ എടുക്കുന്നത്. ഞാൻ ഇടും അതിൽ ഓൾമോസ്റ്റ് എല്ലാം ഹാച്ചായി എന്ന് നമുക്ക് കണ്ണിന് മനസ്സിലാകുമ്പോഴത്തേനും ഞാൻ എടുത്ത് അരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യുകയും ചെയ്യും.
അപ്പോൾ ഇനിയാണ് നമുക്ക് കെയറിങ്ങിൻ്റെ ഒരു പ്രധാന ഘട്ടം തുടങ്ങുന്നത്. കാരണം നമ്മളിപ്പോൾ മെയിലിനെ മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു 8 ദിവസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ മെയിലിനെ മാറ്റുമ്പോൾ വെള്ളത്തിൽ കൊതുക് വന്ന് മുട്ടയിടാനുള്ള സാധ്യത കൂടുതലാണ്. അവർ കുഞ്ഞുങ്ങളെ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കാനായിട്ടാണ് ഈ ഫിൽട്ടർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ എപ്പോഴും ഒരു ഓളം ഉള്ളപ്പോൾ അതിൽ കൊണ്ടുവന്ന് കൊതുകൊന്നും മുട്ടയിടത്തില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് നേരത്തെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാനായിട്ട് മെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മെയിലിനെ മാറ്റിയ സ്ഥിതിക്ക് അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ടാണ് ഈ സ്നെയിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ റാംസ്റ്റോൺ സ്നെയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. റാംസ്റ്റോൺ സ്നെയിൽസ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ സൈസ് കുറവാണ്. അവർ കഴിക്കുന്ന ഫുഡിന് അത്രയും ടൈം എടുക്കും. കാരണം അതുവരെ നമ്മുടെ ഫ്രൈസിന് കൺസ്യൂം ചെയ്യാൻ പറ്റും. ആപ്പിൾ സ്നെയിലൊക്കെ ആണെങ്കിൽ ഓവർ സൈസാണ്, വേസ്റ്റേജ് കൂടുതലാണ്. അപ്പോൾ ടാങ്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. റാംസ്റ്റോൺ സ്നെയിൽസിനാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വേസ്റ്റേജ് കുറവാണ്. അപ്പോൾ നമുക്ക് ടാങ്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് വൃത്തികേടാവുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും വരത്തില്ല. ഫ്രൈസുമായിട്ട് അവർ ഒത്തിണങ്ങി കഴിഞ്ഞോളുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മെയിലിനെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വേസ്റ്റ് റിമൂവലിന് സ്നെയിലും അതുപോലെ വെള്ളം എപ്പോഴും ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് ഒരു ഫിൽറ്ററും വയ്ക്കുക. ഓളം ഉണ്ടാക്കാൻ മാത്രമല്ല, ഫിൽറ്റർ അറിയാലോ നമുക്ക്, അത് വെള്ളം പ്യൂരിഫിക്കേഷൻ കൂടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കും. ഇപ്പം നമ്മുടെ ഫ്രൈസ് ഒരു 11 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മൊയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പൊതുവേ ഞാൻ 8ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേ തന്നെ മൊയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ കൾച്ചറൊക്കെ ക്രാഷായി. അപ്പോൾ ഞാൻ പുതിയ കൾച്ചർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നുണ്ട്. മൊയിനെ ടാങ്കിൽ ഇട്ടേക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട്. അതായത് ഈ ഷൂട്ടേഴ്സ് കുഞ്ഞ് ഫ്രൈസിനെ പിടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഷൂട്ടേഴ്സും ഡെഡ് ആവും, അതുപോലെ കുഞ്ഞ് ഫ്രൈസും ഡെഡ് ആവും. അപ്പോൾ മൊയിനെ ഉണ്ടെങ്കിൽ അവർ കൂടുതലും ചേസ് ചെയ്യുന്നത് മൊയിനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന മൊർട്ടാലിറ്റി റേറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വരുന്ന വീഡിയോകളിൽ ഞാൻ ഇനി അടുത്ത സ്റ്റേജിലെ ഫീഡിങ്സിനെ കുറിച്ച് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻസിൽ രേഖപ്പെടുത്തിയാൽ മതി. അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്ലൈയിൽ ഉൾക്കൊള്ളിക്കുകയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.